എല്ലാവർക്കും ഓണാശംസകൾ. ഓണത്തിന് ഒരുപാട് പേര് പുതിയ വണ്ടിയൊക്കെ എടുക്കാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുപോലെ ഒരുപാട് പേര് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വണ്ടിയുണ്ട്, അപ്പുറത്തെ വീട്ടിൽ വണ്ടിയുണ്ട്, ഇപ്പുറത്തെ വീട്ടിൽ വണ്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് സി ഇട്ട് നമുക്കൊരു കൊച്ചു വണ്ടി എടുക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ. ഞാൻ ചെറിയ ബൈക്കിൻ്റെ കാര്യമല്ല പറഞ്ഞത്, വണ്ടി കാറിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻസ് വരുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിട്ട് മാത്രം വണ്ടി എടുക്കാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ അടുത്തിടയ്ക്ക് ഒരു വലിയ ഫ്ലഡ് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ യാർഡുകൾ, എല്ലാ വണ്ടികളുടെയും യാർഡുകളൊക്കെ പല സ്ഥലങ്ങളിലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഫ്ലഡ് അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ, ആ ഫ്ലഡ് അഫക്റ്റ് ചെയ്ത വണ്ടി റീട്രീറ്റ് ചെയ്താണോ നമുക്ക് കൊണ്ടുവന്ന് വെക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ ECM കൺട്രോളിങ്ങൊക്കെ യൂണിറ്റുകളെല്ലാം എന്തെങ്കിലും ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തന്നെ അത് മിസ്ബിഹേവ് ചെയ്ത് തുടങ്ങും. പവർ സ്റ്റിയറിങ്ങിന്, ബ്രേക്കിംഗ് സിസ്റ്റത്തിന്, അതിനെല്ലാം ഇപ്പോൾ മൊത്തവും സിസ്റ്റവും കൺട്രോൾഡ് ആയതുകൊണ്ട് എല്ലാം ECM വഴി കൺട്രോൾ ചെയ്ത് നിർത്തിയേക്കുന്നത് കൊണ്ട് വണ്ടിക്ക് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മൾ എപ്പോഴും നല്ല വിശ്വാസമുള്ള ആൾക്കാരുടെ അടുത്ത് തന്നെ എടുക്കുക. വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എക്സിക്യൂട്ടീവ് നമ്മുടെ മണ്ടയ്ക്ക് എങ്ങനെയെങ്കിലും അടിച്ചേൽപ്പിക്കാൻ തോന്നും. കാരണം അവർക്ക് ഈ ഓണത്തിന് കിട്ടേണ്ട ഓഫറുകളെല്ലാം നമുക്ക് പറഞ്ഞ് പറ്റിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ ഉള്ള സാധ്യതയൊക്കെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഒന്നും നമുക്ക് ലാപ്സായി പോകാതിരിക്കാൻ ശ്രമിക്കുക. എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ച് ഓരോ വണ്ടി എടുക്കുന്നിടത്തുനിന്ന്, ചിലപ്പോൾ നമ്മൾ ഇവിടെ ഷോറൂം ഉണ്ടെങ്കിൽ തന്നെ എവിടെന്നെങ്കിലും ഒക്കെ കൊണ്ടുവരുന്ന വണ്ടിയായിരിക്കും. അവരുടെയൊക്കെ യാർഡുകളൊക്കെ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. അവിടെയൊക്കെ ഫ്ലഡ് അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജന്മത്തിലെ ചിലപ്പോൾ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള ഒരു കാറ് കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് മിസ്ബിഹേവ് ചെയ്ത് തുടങ്ങും. അത് വലിയ പ്രശ്നമായിട്ട് മാറും. പിന്നെ ഈ പറഞ്ഞ പോലെ ഗ്യാരണ്ടി പീരീഡ് ആണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ അത് ഗ്യാരണ്ടി കിട്ടാത്ത കണ്ടീഷനുള്ള കുറേ സാധനങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അതിനൊന്നും നമുക്ക് ഗ്യാരണ്ടി റിട്ടേൺ കിട്ടത്തില്ല. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി നല്ല രീതിയിൽ നമ്മൾ പുതിയ വണ്ടി എടുക്കുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചിട്ട് എടുക്കാൻ നോക്കുക. എല്ലാവർക്കും ഓണാശംസകൾ.